ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുനാവായ കുംഭമേള കാണാൻ പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. എൻ്റെ പേര് ശോഭിത. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ബോബിയേട്ടൻ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ പോയി ഒക്കെ കണ്ടു വന്നതാണ് കേട്ടോ. അപ്പോഴേ പറയുന്നുണ്ട് നല്ല തിരക്കാണെന്ന്. പക്ഷേ ഞങ്ങൾക്കും അതൊന്ന് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. നമ്മുടെ നാട്ടിലൊരു കുംഭമേള വന്നിട്ടൊന്ന് കാണാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു. ചമ്രവട്ട പാലം ആ വഴിയാണ് കേട്ടോ ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു. നമ്മളിങ്ങനെ പുഴ തീരത്തോട്ട് ഒരുപാട് ദൂരം നടന്നിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിത് അവിടേക്ക് എത്തിക്കഴിഞ്ഞു, കുംഭമേള നടക്കുന്ന ആ സ്ഥലത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ വരുന്ന ടൈമിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. 2 സ്ഥലത്തുണ്ട്. നമ്മൾ വന്നിട്ടുള്ള ആ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ ആളുകളൊക്കെ സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. തിരുനാവായ അപ്പുറത്താണ്, ഒരുപാട് ആളുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് വെള്ളം, അതിൻ്റെ നടുക്കൊരു ശിവലിംഗം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ആ സൈഡിലൊക്കെ കാണുന്നത് ഒരു ചെറിയൊരു ക്ഷേത്രവും കൂടിയാണ്. ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ തിരുനാവായ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഈ പുഴ തീരത്തോട് തന്നെ അങ്ങോട്ട് നടന്നാണ് കേട്ടോ പോകുന്നത്. ഇതിൽ പോകുമ്പം വെള്ളമൊന്നുമില്ല, നമുക്ക് അങ്ങനെ നടന്ന് പോകാം. അപ്പുറത്താണ് കേട്ടോ, ആ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്താണ് നല്ല ഒഴുക്കുള്ള വെള്ളവും പുഴയൊക്കെ ഉള്ളത്. അപ്പോൾ അതിലെങ്ങനെ പാലത്തുമ്മ കൂടിയാണ് ആളുകൾ കിടക്കുന്നത്. പക്ഷേ പാലത്തുമ്മ കൂടെ ഒരുപാട് നേരം വരിയൊക്കെ നിന്നിട്ടാണ് കേട്ടോ ആളുകൾ കിടക്കുന്നത്. പാലത്തുമ്മിൽ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ അങ്ങനെയാണല്ലോ, അത് കാരണം കുറേശ്ശെ ആളുകളെയാണ് പാലത്തുമ്മ കൂടി കടത്തി വിടുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചുറ്റി വളഞ്ഞിട്ടായാലും ഇതിലിങ്ങനെ പോയി അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ആളും തിരക്കും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ആ പാലം വഴി വരുന്ന ആളുകളും ഒക്കെ ഇവിടെയാണ് കേട്ടോ എത്തിപ്പെടുന്നത്. ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് വന്നിട്ട് ഓരോ ടീമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് കേട്ടോ. അവർ ഭജനകളൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുഴയുടെ അപ്പുറത്ത് കാണുന്ന അതാണ് കേട്ടോ തിരുനാവായ ക്ഷേത്രം. പുഴ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് അവിടെ പോലീസും പട്ടാളക്കാരൊക്കെ അവിടെ ആളുകളെ നിയന്ത്രിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ആളുകൾ കാലൊക്കെ കഴുകാൻ, കൈ കഴുകാനൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് പോകാൻ സമ്മതിച്ചില്ല. ആ ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ ആളുകൾ തന്നെയാണ് കേട്ടോ. ഈ ആരതി അവിടെ നിന്ന് കാണാൻ വേണ്ടി ഒരുപാട് പേര് അവിടെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ തോണിയിലൊക്കെ കുറേശ്ശൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് പാലത്തിലൂടെയാണ് കേട്ടോ പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആളുകൾക്ക് സ്നാനം ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു ഭാഗത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പുറത്തൊക്കെ ഭയങ്കര തിരക്കാണ്. നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും അങ്ങോട്ട് പോകാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെ അധിക പേരും ആ പുണ്യതീർത്ഥത്തിലൊന്നും മുങ്ങി നിവർന്നിട്ടാണ് കേട്ടോ ഈ നിള ആരതി ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ ആളുകളും മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടാവുക പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ടായിരിക്കും. പ്രിയപ്പെട്ടവരുടെ അസ്ഥി നിമഞ്ജനം ചെയ്ത് മടങ്ങുന്നവരുടെ കണ്ണീരൊപ്പി മടുത്ത ഈ നിള എന്നൊരു പുണ്യകർമ്മത്തിനാണ് കേട്ടോ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ നിളാതീരം ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരാരും സങ്കടത്തോടു കൂടിയല്ല കേട്ടോ മടങ്ങുന്നത്. കാരണം ഇന്നിവിടെ എത്തിയിട്ടുള്ളവരെല്ലാം തന്നെ ഈ നിള ആരതി പൂജയിൽ പങ്കെടുത്ത് മനസ്സിന് സന്തോഷവും അവിടെ സ്നാനം ചെയ്ത് പാപമുക്തി നേടിയിട്ടൊക്കെയാണ് കേട്ടോ ആളുകൾ മടങ്ങുന്നത്. ഞാനൊരു 25 വർഷം മുമ്പാണ് കേട്ടോ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ വന്നത്. അത് ഇവിടുത്തെ അച്ഛൻ്റെ കൂടെ അച്ഛമ്മയ്ക്ക് ബലിയിടാൻ വേണ്ടി അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു 6:30 മണിയോട് കൂടിയാണ് കേട്ടോ ഇവിടെ ശംഖുനാഥത്തോടു കൂടി പൂജകളും ആരതിയും ഒക്കെ നടന്നു തുടങ്ങിയിട്ടുള്ളത്. ഇത്രയും തന്നെ ദൂരത്തു നിന്നാണ് കേട്ടോ നമുക്ക് ആ ആരതി വീഡിയോസൊക്കെ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. നേരത്തെ വന്നവരാണ് മുന്നിലൊക്കെ വന്നിരിക്കുന്നത്, പിന്നുള്ളവരൊക്കെ പുറകോട്ട് നിൽക്കുകയാണ് കേട്ടോ.
പിന്നെ ഇത് ഇത്രയും ജനത്തിരക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരു തരി പൂഴി വാരിയിട്ടാൽ താഴെ എത്തില്ല എന്ന് പറയില്ല, അത്രയും ജനങ്ങളാണ്. ഈ കേരള ഭൂമിയിൽ ഇങ്ങനൊരു കുംഭമേള നടക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ ജനങ്ങളൊക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ വലിയൊരു സത്യം. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരത്തെ അവിടെ എത്തിയോണ്ട് ഞങ്ങൾക്കൊന്ന് മാറി നിന്ന് കാണാനൊക്കെ പറ്റി. പിന്നെ ഒരുപാട് ആളുകളൊക്കെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. നടന്ന് വരുമ്പം തന്നെ ഞങ്ങൾ വഴിയിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. പിന്നെ കുംഭമേള, മഹാമാമാങ്കം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അവിടെ എത്തിപ്പെടാനും അതിലൊക്കെ ഒന്ന് പങ്കെടുക്കാനൊക്കെ സാധിച്ചു. പിന്നെ നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് ഇതുപോലെ ഒരു മഹാമാമാങ്കം നടക്കുമ്പം കാണാൻ പോയിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരുന്നു. പിന്നെ വീഡിയോസൊന്നും അടുത്തുനിന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ന്യൂസുകാർക്ക് മാത്രമേ വീഡിയോസൊക്കെ എടുക്കാനുള്ള അനുവാദമുള്ളൂ എന്നൊക്കെ. പിന്നെ അവിടുന്ന് എൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈവ് ചെയ്യാൻ പറ്റിയെങ്കിൽ ലൈവ് ഇടണേന്ന്. പക്ഷേ അവിടെ നെറ്റും ഫോണും ഒന്നും നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെന്താ ഓഫാണോ എന്താണെന്നറിയില്ല, ഒറ്റപ്പടി റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 100-ലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് നിലാതീരത്തെ ഈ കുംഭമേള നടക്കുന്നതെന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഫെബ്രുവരി 3-ാം തീയതി വരെയാണ് ഈ കുംഭമേള ഇവിടെ നടക്കുന്നത്. പിന്നെ നിള ആരതി ഒരു അവിസ്മരണീയമാക്കി തീർത്ത ഹിന്ദു മഹാസമാജത്തിനും പിന്നെ ഈ കുംഭമേളയിൽ ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഒരുപാട് ജനങ്ങളാണ് കേട്ടോ. അവർക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ടോട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതൊക്കെ ആളുകൾ കൂട്ടം തെറ്റി പോകാതിരിക്കാൻ ഓരോ അടയാളമായിട്ട് ഓരോ ഭാഗത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ആളുകളൊക്കെ അവിടെയും ഇവിടെയാണ് തിക്കും തിരക്കായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഓരോരുത്തർ വെയിറ്റ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇത്. പിന്നെ കുപ്പിയിൽ വെള്ളം, പിന്നെ ഓരോരുത്തരെ തൊപ്പി, ഡ്രസ് കോഡ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ആളുകൾ എത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ദൂര സ്ഥലത്തു നിന്നാണ് ഒരുപാട് പേര് വന്നിട്ടുള്ളത്. ബാംഗ്ലൂർ ആ ഭാഗത്തു നിന്ന്, കാസർഗോഡ്, അവരൊക്കെ ഇങ്ങനെ ആളുകളെയൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തിരക്ക് കാരണം ഞങ്ങൾ കുറച്ചൊന്ന് മാറി നിന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അത്. ആ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നല്ല തിരക്കാണ് ആ സമയത്ത് അവിടെ നിന്ന് വരുമ്പോൾ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് മാറി നിന്നു. പിന്നെ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നടന്നിങ്ങനെ പോകുന്നത്.